ഹേയ് ഗൈസ്, കഴിഞ്ഞ തവണ കൈമാസിൻ്റെ ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് കൈമാസിൻ്റെ മന്തി ട്രൈ ചെയ്തുകൂടാ എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൈമാസിലാണ് മന്തി ട്രൈ ചെയ്യാൻ വേണ്ടി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ മെനു കാർഡ് കൊണ്ട് തന്നത്. ഒന്നുമില്ല, നേരെ നമ്മുടെ മന്തി സെക്ഷനിലേക്ക് പോയി ഒരു അൽഫാം മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഞാനവിടെ കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേനും നമ്മൾ ഐറ്റം ഇങ്ങെത്തി. എൻ്റെ പൊന്നളാവേ, ഒരു രക്ഷയില്ലാത്ത സാധനം. ആദ്യം തന്നെ നമ്മളെ കയ്യിലേക്ക് കിട്ടിയപ്പം തന്നെ ഞാൻ എടുത്തിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. ഉഫ്, എന്നാ സ്മെല്ലാന്നറിയാവോ. എനിക്ക് ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ പെരി പെരി കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചിക്കൻ നല്ല ഫ്ലഫീനെസ് ആണ്. അപ്പോൾ നേരെ ഇതിൻ്റെ ടേസ്റ്റിലേക്ക് പോകുമ്പം അതിൻ്റെ സ്പൈസി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്പൈസി ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചതെന്ന് പറയുമ്പം നമ്മുടെ മന്തി റൈസിൻ്റെ ഫ്ലേവർ വരുന്ന നല്ല മൈൽഡായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് നേരെ മയണൈസിലൊന്ന് മുക്കി ആ ഒരു മന്തിയിലേക്കൊന്ന് കുഴച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് മന്തി വെച്ചൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് ആ ഒരു മന്തി ഫുള്ളെടുത്ത് വായിലേക്ക് ഇടുക. എന്നാ ടേസ്റ്റാണെന്നറിയാം. ആ റൈസും പിന്നെ ഒരു ചിക്കനും പിന്നെ ഒരു മയോണൈസും വരുമ്പോഴത്തേനും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നടാവേ സ്വർഗമാണ്. പിന്നെ അങ്ങോട്ട് ഒന്നും നോക്കിയില്ല, തലങ്ങും വിലങ്ങും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നടാവേ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ഞാനത്ര മന്തി ഇഷ്ടപ്പെടുന്ന ആളല്ലെങ്കിൽ പോലും ഇവിടുത്തെ മന്തി ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എങ്കിൽ ഞാൻ പറഞ്ഞു ഒട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ്, ബൈ.